അസലരെയും പാവപ്പെട്ടവരെയും ആദിവാസികളെയും കുഷ്ഠരോഗികളെയും നെഞ്ചോട് ചേർക്കുന്ന മാതൃസ്നേഹം, അനാഥരെയും ആലംബഹീനരെയും കരളിലേറ്റുന്ന കാരുണ്യ സ്പർശം. നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും തെരുവിൽ വിചാരണയും അക്രമവും നേരിടുമ്പോൾ സംഘപരിവാർ ബഹുമാനപ്പെട്ട വൈദികരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡില് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളും അൽമായ നേതാക്കളും എല്ലാവരും ഒന്നുചേരുകയാണ്. അവരുടെ വേദനയിലുള്ള പങ്കുചേരലിന്റെ അടയാളമായി കൂടിയാണ് നമ്മൾ ഈ പ്രതിഷേധ റാലിയും പ്രതിഷേധാഗ്നി സംഗമവും നടത്തുന്നത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാവരെയും സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഒപ്പം തന്നെ അതിരൂപതയിലെ അൽമായ നേതാക്കളെയും സന്യസ്ത നേതാക്കളെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ സമൂഹത്തിലും രാജ്യത്തിലും ഭരണഘടന സുസ്ഥിരമായി നിലനിൽക്കണമെന്നും അത് അനുവദിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കണമെന്നും അന്യായമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയമപരമായ സാധുത നൽകി സംരക്ഷണം നൽകി ഈ സഹോദരിമാരെ സംരക്ഷിക്കണമെന്നുമുള്ള ഉറച്ച പ്രഖ്യാപനത്തോടു കൂടിയാണ് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു. അഭിയന്റെ പിതാവ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പങ്കുചേരാനെത്തിയ എല്ലാവരുടെയും ഹൃദയവികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദേശത്ത് സമാധാനവും മതസൗഹാർദ്ദവും ഒപ്പം തന്നെ വിശ്വസിക്കാനും ആ വിശ്വാസം ജീവിക്കുവാനുമുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന പ്രഖ്യാപനത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്ന ഈ റാലി എല്ലാവിധത്തിലും എല്ലാ നന്മകളും നേരുന്നു. ഇത് പങ്കുചേരുന്ന എല്ലാവർക്കും അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സഹോദരിമാർക്ക് സംരക്ഷണം ഏർപ്പെടുത്തണം, അവർക്ക് ന്യായമായ നീതി നടപ്പിലാക്കണമെന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തോടുകൂടി നമ്മുടെ ഈ പ്രതിഷേധാഗ്നി റാലി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. റാലി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വൈദികര് സിസ്റ്റേഴ്സും റാലിയുടെ ഏറ്റവും മുൻപിൽ അണിനിരക്കണമെന്ന കാര്യം പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇടവകളിന്റെ കൂടെ നിൽക്കാതെ വൈദികരും സന്യസ്തരുമായിട്ടുള്ളവരും എല്ലാവരും ഏറ്റവും മുൻനിരയിലേക്ക് കടന്നു വരിക. നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പ്രതിഷേധ പ്രകടനം വൻ വിജയമാക്കി തീർക്കുവാൻ മുഴുവൻ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ഗംഭീര പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. പ്രതിഷേധ പ്രകടനം എത്തിച്ചേരുമ്പോൾ അതൊരു മനുഷ്യ മഹാസാഗരമാക്കി മാറ്റി അധികാരികളുടെ കണ്ണുതുറപ്പിക്കുവാനും ന്യായം സ്ഥാപിക്കുവാനും എല്ലാവരും നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. പ്രതിഷേധ പ്രകടനങ്ങൾ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു.
സെന്റ് ജോസഫ് സ്കൂൾ എത്തിച്ചേരുമ്പോൾ അതൊരു മനുഷ്യമഹാസാഗരമാക്കി മാറ്റി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനും ന്യായം സ്ഥാപിച്ചെടുക്കുവാനും എല്ലാവരും ഒറ്റക്കെട്ടായി എണിചേരുവാൻ നല്ലവരായ മുഴുവൻ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഛത്തീസ്ഗഡിൽ അന്യായ തടങ്കലിലായ നമ്മുടെ ചങ്കിന്റെ തുടിപ്പായ സിസ്റ്റർ
പ്രീതിയെയും സിസ്റ്റർ വന്ദനയെയും ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് അങ്കമാലിയിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കുകയാണ്. ബസലിക്ക റക്ടർ റവറൻഡ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അധ്യക്ഷം വഹിക്കുന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മെത്രാപ്പൊലീത്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഛത്തീസ്ഗഡിൽ വെച്ച് നിയമവിരുദ്ധവും ക്രൂരവുമായ വേദനകൾക്കിരയാകേണ്ടി വന്ന സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും അവരുടെ സന്യാസ സമൂഹത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അവർക്ക് ന്യായം സ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ഗംഭീര പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. പ്രതിഷേധ പ്രകടനം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ അതൊരു മനുഷ്യ മഹാസാഗരമാക്കി മാറ്റി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനും ന്യായം സ്ഥാപിച്ചു കിട്ടുവാനും എല്ലാവരും ഒറ്റക്കെട്ടായി അണിചേരുവാൻ നല്ലവരായ മുഴുവൻ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. അശരണരെയും പാവപ്പെട്ടവരെയും ആദിവാസികളെയും കുഷ്ഠരോഗികളെയും നെഞ്ചോട് ചേർക്കുന്ന മാതൃസ്നേഹം, അനാഥരെയും ആലംബഹീനരെയും കരളിലേറ്റുന്ന കാരുണ്യ സ്പർശം, നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും തെരുവിൽ വിചാരണയും അക്രമവും നേരിടുമ്പോൾ സംഘപരിവാറിന്റെ ദാർഢ്യങ്ങൾക്ക് മുന്നിൽ ഭരണകൂടം കൊണ്ടിടുമ്പോൾ പ്രിയമുള്ളവരെ പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നമ്മുടെ ചങ്കിന്റെ തുടിപ്പായ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ വന്ദനയെയും ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് അങ്കമാലിയിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കുകയാണ്. ബസലിക്ക റക്ടർ റവറൻഡ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അധ്യക്ഷം വഹിക്കുന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മെത്രാപ്പൊലീത്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആൾക്കൂട്ട വിചാരണയുടെ മറവിലെ സംഘപരിവാർ തീവ്രവാദം അവസാനിപ്പിക്കുക, ഇന്ത്യൻ ഭരണഘടന തരുന്ന മതസ്വാതന്ത്ര്യവും യാത്രാ സ്വാതന്ത്ര്യവും ഒരു തീവ്രവാദി സംഘടനയ്ക്കും അഭ്യറവക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പ്രതിഷേധ പ്രകടനം വൻ വിജയമാക്കി തീർക്കുവാൻ മുഴുവൻ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ഗംഭീര പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. പ്രതിഷേധ പ്രകടനം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ അതൊരു മനുഷ്യ മഹാസാഗരമാക്കി മാറ്റി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനും എല്ലാവരും ഒറ്റക്കെട്ടായി എഴുതിയുവാൻ നല്ലവരായ ജയ് വിളിക്കാൻ Thank you.
ബിജെപി സർക്കാരേ ബിജെപി സർക്കാരേ ബിജെപി സർക്കാരേ ബിജെപി സർക്കാരേ ഛത്തീസ്ഗഡിൽ സർക്കാരേ ഛത്തീസ്ഗഡിൽ സർക്കാരേ ഛത്തീസ്ഗഡിലെ സർക്കാരേ ഛത്തീസ്ഗഡിലെ സർക്കാരേ നിങ്ങൾക്കെതിരെ പ്രതിഷേധം നിങ്ങൾക്കെതിരെ പ്രതിഷേധം നിങ്ങൾക്കെതിരെ പ്രതിഷേധം നിങ്ങൾക്കെതിരെ പ്രതിഷേധം ക്രിസ്ത്യാനികളുടെ പ്രതിഷേധം ക്രിസ്ത്യാനികളുടെ പ്രതിഷേധം ക്രിസ്ത്യാനികളുടെ പ്രതിഷേധം അന്യാസികളെ ജയിലിലിടട്ടെ അന്യാസികളെ ജയിലിലിടട്ടെ
വണ്ടി എടുക്കണ്ട Coba jadi
വർഗീയവാദം തുലയട്ടെ മതേതരത്വം വളരട്ടെ ജനകോടികളുടെ പ്രതിഷേധം മതേതരത്വം തച്ചു തകർക്കാൻ ജയിലടച്ചു സർക്കാരെ പ്രതിഷേധം അതിരൂപതയുടെ പ്രതിഷേധം